നമസ്കാരം. ജോസഫിന് ഇന്ന് കൂടിക്കാഴ്ചകളുടെ ദിനം. ഉമ്മൻചാണ്ടിയെ കണ്ടു, ചെന്നിത്തലയെ കണ്ടു, മുല്ലപ്പള്ളിയെ കണ്ടു. പ്രമുഖ നേതാക്കളെ കണ്ട് പടിയിറങ്ങിയപ്പോൾ മോൻസ് ജോസഫ് ഒരു കാര്യം പറഞ്ഞു: UDF-നൊപ്പം നിൽക്കും. മോൻസിന്റെ ആ വാക്കുകളിൽ എല്ലാമുണ്ട്. വിട്ടുവീഴ്ചയില്ലെന്ന് തൊട്ടു പിന്നാലെ കോട്ടയത്ത് ജോസ് കെ മാണിയും കടുപ്പിച്ചു. സ്റ്റിയറിംഗ് കമ്മിറ്റിയിൽ എതിർസ്വരം ഉണ്ടായില്ലെന്നത് പടച്ചുവിടുന്ന പച്ചക്കള്ളമെന്ന് ജോസ് മോൻ കടത്തിപ്പറഞ്ഞു. എല്ലാം ഡോക്യുമെന്റഡ് ആണെന്ന തുറന്ന വെല്ലുവിളിയും. അപ്പോൾ ആലോചിച്ചുറപ്പിച്ചുള്ള നീക്കമായിരുന്നു കോട്ടയത്ത് കണ്ടതെന്ന് ജോസ് കെ മാണി തന്നെ ജോസഫിന് ഉത്തരം നൽകുകയായിരുന്നു. സ്റ്റിയറിംഗ് ജോസ് മോന്റെ കയ്യിൽ തന്നെ എന്ന സ്വയം വിളംബരം കേട്ടുകൊണ്ട് പാലായിലെ വീട്ടിലുണ്ട് KM മാണി. പക്ഷേ മൗനത്തിലാണ്. ഇതോടെ നെല്ലും പതിരും തിരിയുന്നു. കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന്റെ നേതൃത്വത്തിൽ ജോസ് കെ മാണി അവരോധിതനായി കഴിഞ്ഞിരിക്കുന്നു. ചാഴികാടനാണ് അതിന്റെ പ്രതീകം. ആ പ്രതീകത്തെ ആരും തൊടാൻ ജോസ് കെ മാണി സമ്മതിക്കില്ല. അതുകൊണ്ടാണ് ജോസ് മോൻ പറഞ്ഞത്, ചാഴികാടൻ പ്രചാരണവുമായി മുന്നോട്ടു പോകുന്നു, ഞങ്ങളെല്ലാവരും ഫീൽഡിലാണ് എന്ന്. ഫീൽഡിന് പുറത്തു തന്നെ നിൽക്കേണ്ടി വരും ജോസഫ് ഇനി കുറച്ചു കാലം. ഒരു കാര്യത്തിൽ ആശ്വസിക്കാം, UDF കൈവിടില്ല. UDF വിട്ടൊരു കളിക്ക് ജോസഫുമില്ല. ചുരുക്കത്തിൽ മാണി നിർവീര്യമാകുകയും ജോസഫ് പുനരുജ്ജീവിപ്പിക്കപ്പെടുകയും ചെയ്യുന്ന നാളുകളാണ് മുന്നണി ഇനി കാണാനിരിക്കുന്നത്. ജോസ് മോന്റെ കുതന്ത്രങ്ങളും. പിളരാതെയുള്ള പോരാട്ടത്തിനോ PJ ജോസഫ് കച്ചമുറുക്കുന്നത് എന്നാണ് സൂപ്പർ പ്രൈം ടൈം ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഒറ്റ ചോദ്യം ചോദിച്ചുകൊണ്ട്, PJക്ക് പ്രത്യേക ഇരിപ്പിടമോ? ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ യൂത്ത് ഫ്രണ്ട് M പ്രസിഡന്റ് സജി മഞ്ഞക്കടമ്പിൽ, ജോസഫ് വിഭാഗം നേതാവ് PM ജോർജ്, കോൺഗ്രസ് നേതാവ് പഴകുളം മധു, രാഷ്ട്രീയ നിരീക്ഷകൻ റോയ് മാത്യു എന്നിവർ സൂപ്പർ പ്രൈം ടൈമിൽ. PC ജോർജിനെയും പ്രതീക്ഷിക്കുന്നു. PJയെ ആരേറ്റെടുക്കുമെന്നാണ് സൂപ്പർ പ്രൈം ടൈം ആദ്യം ചർച്ച ചെയ്യുന്നത്. ശ്രീ പഴകുളം മധു, ചാഴികാടൻ വോട്ട് തേടി നടക്കുന്നു, PJ ജോസഫ് ഇരിപ്പിടം തേടി നടക്കുന്നു. നിങ്ങളുടെ വാതിലിലാണ് PJ മുട്ടി വിളിക്കുന്നത്. അദ്ദേഹത്തെ എവിടെ സ്വീകരിച്ചിരുത്തും? കേരള കോൺഗ്രസിൽ ഉണ്ടായിട്ടുള്ള ഈ ചെറിയ അഭിപ്രായ വ്യത്യാസം ഒരു പൊട്ടിത്തെറിയുടെ വക്കീലെത്തും എന്ന് കോൺഗ്രസ് കരുതുന്നില്ല. സാധാരണഗതിയിൽ ഒരു കോയലീഷൻ പൊളിറ്റിക്സിൻ്റെ ഒരു ധർമ്മയുണ്ട്, ധർമ്മ ഓഫ് കോയലീഷൻ പൊളിറ്റിക്സ്. എല്ലാവരെയും തുല്യരായി കാണുക, എല്ലാവർക്കും അവരുടെ ഇൻറ്റേർണൽ പൊളിറ്റിക്സിൽ ആധികാരികമായ നിലപാടെടുക്കാൻ അവരെ അനുവദിക്കുക. അത് കോൺഗ്രസിൻ്റെ ഒരു പ്രവർത്തന ശൈലിയാണ്. കേരളത്തിലല്ല, ഇന്ത്യയിൽ എല്ലായിടത്തും കോൺഗ്രസ് ആ രീതിയാണ് പിന്തുടരുന്നത്. കേരള കോൺഗ്രസിനകത്ത് ഈ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള തർക്കങ്ങൾ രമ്യതയിലെത്തിക്കാൻ, അല്ലാതെ ആ പ്രശ്നത്തെ ഫ്ലെയറപ്പ് ചെയ്യാൻ വേണ്ടിയല്ല, അതിനെ രമ്യതയിലെത്തിക്കാൻ വേണ്ടി കോൺഗ്രസിൻ്റെ ഇടപെടൽ ആവശ്യമുണ്ടെങ്കിൽ യഥാസമയം കോൺഗ്രസ് ഇടപെടും. അവർ രണ്ടുപേരെയും ഒരുമിപ്പിച്ചുകൊണ്ട് UDF-ൻ്റെ ശക്തി ഒട്ടും ചോർച്ചയില്ലാതെ ഈ തെരഞ്ഞെടുപ്പ് സമാധാനപരമായി കേരളത്തിലെ ജനങ്ങൾ ഒന്നടങ്കം UDF-നെ വിജയിപ്പിക്കാൻ തയ്യാറായി നിൽക്കുകയാണ്. ആ അനുകൂല സാഹചര്യത്തിൻ്റെ അല്പം പോലും മങ്ങലേൽപ്പിക്കാൻ കോൺഗ്രസ് ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് കോൺഗ്രസ് ഇതിൽ ആഗ്രഹിക്കുന്നത് ഇതൊരു സാഹോദര്യ തുല്യമായ ഒരു ഇടപെടൽ ആവശ്യമുണ്ടെങ്കിൽ അതുമാത്രമേ കോൺഗ്രസ് ആഗ്രഹിക്കുന്നുള്ളൂ. കേരള കോൺഗ്രസിനകത്ത് തീർച്ചയായും രണ്ട് പാർട്ടികൾ ഒരുമിച്ച് ചേർന്ന ഒരു പാർട്ടിയാണ് ഇന്നത്തെ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ്. അപ്പോൾ സ്വാഭാവിക അഭിപ്രായ വ്യത്യാസങ്ങൾ അവർ തമ്മിൽ ഉണ്ടാകാം. ആ അഭിപ്രായ വ്യത്യാസങ്ങൾ ഇന്ന് മാധ്യമങ്ങളിലൂടെ നാം എല്ലാം അറിഞ്ഞിട്ടുണ്ട്. അതിന് ശാശ്വതമായ, സത്വരമായ, സമാധാനപരമായ ഒരു പരിഹാരം കാണുക എന്നുള്ളതാണ് ഈ മുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസിൻ്റെ ആഗ്രഹം. ആ ആഗ്രഹം സാധിക്കുമെന്നും ഈ പ്രശ്നങ്ങൾ സൗമ്യമായി പരിഹരിക്കപ്പെടും എന്ന് തന്നെയാണ് ഇപ്പോഴും ഞങ്ങൾ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് കോൺഗ്രസിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ അവിടെയും ഇവിടെയും തൊടാതെയുള്ള മറുപടിയാണ് കോൺഗ്രസിൻ്റെതായി വരുന്നത്. ഇത് പരസ്യമായി ഇങ്ങനെ പറയുമ്പോൾ ഒരു പരിമിതിയുടെ ഭാഗമായിട്ടാണ് അത് എന്ന് വേണമെങ്കിൽ വ്യാഖ്യാനിക്കാവുന്നതാണ്. അതിനപ്പുറത്ത് ഉറപ്പുകൾ കിട്ടുന്നുണ്ടോ നിങ്ങൾക്ക്? ഈ കോൺഗ്രസ് നേതൃത്വത്തെ കാണുമ്പോൾ UDF-നൊപ്പം നിൽക്കും എന്ന് മോൻസ് ജോസഫ് പറയുന്നതിൻ്റെ അർത്ഥം എന്താണ്? ഹലോ ശ്രീ PM ജോർജ്,
ഹലോ. കേരള കോൺഗ്രസ് പാർട്ടിയുടെ പ്രിയങ്കരനായ വർക്കിംഗ് ചെയർമാൻ ശ്രീ PJ ജോസഫ് UDFിൻ്റെ കരുത്തനായ നേതാവാണ്. UDFിന് ദോഷം വരുന്ന ഒരു തീരുമാനം അദ്ദേഹം കൈക്കൊള്ളില്ല. എന്താണ് ഇവിടെ അടിസ്ഥാനപരമായ പ്രശ്നം? പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് സീറ്റുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് പാർലമെൻറ്റിലേക്ക് മത്സരിക്കാൻ ആഗ്രഹമുണ്ട് എന്ന് പാർട്ടിയുടെ ഉന്നത അധികാര സമിതി യോഗത്തിൽ ഇതെല്ലാം നാം കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്താണ് ശ്രീ PM ജോർജ്. ബഹുമാന്യരായ ശ്രീ ഇന്നിപ്പോൾ നടക്കുന്ന കാര്യത്തെ പറ്റി അങ്ങ് മറുപടി പറയൂ. PJ ജോസഫ് ഈ പറയുന്ന കോൺഗ്രസ് നേതാക്കന്മാരെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. 3 പ്രമുഖ നേതാക്കന്മാരെ കണ്ടു കഴിഞ്ഞിരിക്കുന്നു. മറ്റ് ഘടകകക്ഷികളുമായി ആലോചിച്ച് ഈ വിഷയത്തിൽ രമ്യമായ പരിഹാരം ഉണ്ടാക്കുമെന്നാണ് ചെന്നിത്തല പറഞ്ഞത്. അതിൻ്റെ അർത്ഥം എന്താണ്? ഇവിടെ മാണിയും ജോസഫും പഴയതുപോലെ ഒന്നിച്ചു നിന്നുകൊണ്ട് പ്രശ്നങ്ങൾ പരിഹരിച്ച് രമ്യതയോടെ മുന്നോട്ട് പോകും എന്നാണോ? അതല്ല, 2 വിഭാഗമായി തന്നെ പിളരാതെ നിൽക്കാനുള്ള സാധ്യതയെപ്പറ്റിയാണോ ഈ നേതാക്കന്മാർ സൂചന നൽകുന്നത്? തീർച്ചയായിട്ടും കേരള കോൺഗ്രസ് പാർട്ടിക്കകത്തുണ്ടായിട്ടുള്ള അഭിപ്രായ ഭിന്നതകൾ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം 2 ദിവസത്തിനകം പരിഹരിക്കപ്പെടുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇന്ന് UDFിൻ്റെ ഉന്നത നേതൃത്വവുമായി ശ്രീ PJ ജോസഫ് സാറും മോൻസി ജോസഫും അടക്കമുള്ള നേതാക്കൾ സംസാരിക്കുകയുണ്ടായി. ആ സംസാരിച്ചതിൽ നിന്ന് കോൺഗ്രസും UDFും ഈ കേരള കോൺഗ്രസിനകത്തുള്ള ഈ പ്രശ്നം പരിഹരിക്കാൻ ഇടപെടും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ കോട്ടയവും ഇടുക്കിയും ഉൾപ്പെടെ എല്ലാ സീറ്റിലും ജയിക്കുക എന്നുള്ളതാണ്. ഞാൻ അങ്ങേലേക്ക് വരാം. ഇപ്പോൾ സജീവ് മഞ്ഞക്കടമ്പിലും ഈ ചർച്ചയിൽ തത്സമയം പങ്കുചേരുകയാണ്. യൂത്ത് ഫ്രണ്ട് സംസ്ഥാന പ്രസിഡന്റാണ് അദ്ദേഹം. ശ്രീ സജീവ് മഞ്ഞക്കടമ്പിൽ, എന്തുകൊണ്ടാണ് ഇന്ന് അങ്ങ് കോട്ടയത്ത് മാധ്യമങ്ങളെ കണ്ടപ്പോൾ ഈ കാര്യത്തിലൊരു നീതികേട് നടന്നിരിക്കുന്നു, ഒരു നീതി നിഷേധം നടന്നിരിക്കുന്നു, PJ ജോസഫിന് സീറ്റ് നിഷേധിച്ചതിലൂടെ എന്ന അഭിപ്രായ പ്രകടനം നടത്തിയത്? അങ്ങ് ഈ മാണി വിഭാഗത്തിൻ്റെ ഒരു പ്രധാന പ്രതിനിധിയാണ്. എന്നാൽ ചേരിമാറ്റത്തിൻ്റെ സാഹചര്യമുണ്ട് എന്ന് ജോസഫ് വിഭാഗം ശക്തമായി വാദിച്ചുകൊണ്ടിരിക്കുന്ന ദിവസങ്ങളുമാണ് ഇന്നലെയും ഇന്നുമൊക്കെ. ആ ഘട്ടത്തിലാണ് താങ്കളുടെ പ്രതികരണം സവിശേഷ ശ്രദ്ധയാകർഷിച്ചത്. എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെയൊരു നീതി നിഷേധത്തെ പറ്റിയുള്ള വേദന സജി പങ്കുവെക്കുന്നത്? ഞാൻ നീതി നിഷേധം നല്ലല്ലോ ഞാൻ പറഞ്ഞത് എന്താ, ഇന്ന് രാവിലെ ബഹുമാനപ്പെട്ട പാർട്ടി വൈസ് ചെയർമാൻ ജോസ് കെ മാണി മാധ്യമങ്ങളെ കണ്ടു. ഞാൻ ആ വിഷയങ്ങൾ അറിഞ്ഞുമില്ല. അദ്ദേഹം പറഞ്ഞു എന്നാണ് മാധ്യമങ്ങൾ പറയുന്നത്. അദ്ദേഹം പറഞ്ഞു പാർട്ടിയുടെ സ്റ്റിയറിംഗ് കമ്മിറ്റിയിൽ ജനാധിപത്യപരമായി ചർച്ച ചെയ്തിട്ടാണ് ഈ തോമസ് ചാഴികാടനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചു എന്ന് അദ്ദേഹം പറഞ്ഞു എന്നാണ് ചാനൽ പറഞ്ഞു. ഞാനത് കേട്ടുമില്ല, ഞാൻ അറിഞ്ഞുമില്ല. ഏതായാലും എന്നോട് രാവിലെ മാധ്യമങ്ങൾ ചോദിച്ചു, സ്റ്റിയറിംഗ് കമ്മിറ്റിയിൽ ചർച്ച ചെയ്തിട്ടാണോ അല്ലെങ്കിൽ തോമസ് ചാഴികാടനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു സ്റ്റിയറിംഗ് കമ്മിറ്റിയിൽ ഒരു ചർച്ച മാത്രമേ നടന്നുള്ളൂ. ബഹുമാനപ്പെട്ട പാർട്ടിയുടെ ഡെപ്യൂട്ടി ചെയർമാൻ CF തോമസ് അദ്ദേഹം ആദ്യം സംസാരിച്ചു. പാർട്ടിയുടെ വർക്കിംഗ് ചെയർമാൻ കോട്ടയം സീറ്റിലേക്ക് മത്സരിക്കുന്നതിനുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചിട്ടുണ്ട്. അത് രാവിലെ നടന്ന നമ്മുടെ പാർലമെൻ്ററി പാർട്ടി യോഗത്തിൽ ഞങ്ങൾ മാണി സാറിനെ ധരിപ്പിച്ചിട്ടുമുണ്ട്. അത് ബഹുമാനായ മാണി സാറ് ആ വിഷയം ചർച്ച ചെയ്ത് മാണി സാറുമായി ഞങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഫലമായിട്ട് ഈ സ്റ്റിയറിംഗ് കമ്മിറ്റി സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കുന്നതിന് വേണ്ടിയുള്ള പരിപൂർണ്ണ ചുമതല ബഹുമാനപ്പെട്ട മാണി സാറിന് കൊടുക്കുക ആണ് നമ്മൾ നിശ്ചയിക്കുന്നത്. ഈ സ്റ്റിയറിംഗ് കമ്മിറ്റിയിലെ കാര്യങ്ങൾ സംബന്ധിച്ച് കേട്ടറിവ് മാത്രമല്ലേ ഉള്ളത്? അല്ല, ഞാൻ സ്റ്റിയറിംഗ് കമ്മിറ്റി അംഗമാണല്ലോ. സ്റ്റിയറിംഗ് കമ്മിറ്റി അംഗമാണ്. ഞാൻ പാർലമെൻ്ററി പാർട്ടി യോഗത്തിൽ അംഗമല്ല. അവിടെ എന്ത് തീരുമാനമെടുത്തെന്ന് എനിക്ക് അറിയുകയില്ല. അതിനുശേഷം വർക്കിംഗ് ചെയർമാൻ ആവശ്യപ്പെട്ടു, ബഹുമാനപ്പെട്ട പ്രസംഗിച്ച് അദ്ദേഹം പറഞ്ഞു, എൻ്റെ പ്രതിനിധിയായ പാർട്ടി ചെയർമാൻ KM മാണി സാറിൻ്റെ അടുത്ത് ഞാൻ ഈ വിഷയങ്ങളൊക്കെ അവതരിപ്പിച്ചിട്ടുണ്ട്, അദ്ദേഹം അതിന് വ്യക്തമായ തീരുമാനമുണ്ടാക്കും, അതിനുവേണ്ടി അദ്ദേഹത്തെ ചുമതലപ്പെടുത്തുന്നു അദ്ദേഹവും പറഞ്ഞു. ഈ 2 കാര്യങ്ങൾ മാത്രമേ നടന്നുള്ളൂ. അപ്പോൾ എന്താണെന്ന് പൂർണ്ണമായും സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കുന്നതിന് ആര് സ്ഥാനാർത്ഥിയാകണമെന്ന് നിശ്ചയിക്കാനുള്ള അധികാരം ബഹുമാനപ്പെട്ട മാണി സാർ അവിടെ കൊടുത്തു. അവിടെ തോമസ് ചാഴികാടൻ സ്ഥാനാർത്ഥിയാകണമെന്നോ അല്ലെങ്കിൽ PJ ജോസഫ് സാർ സ്ഥാനാർത്ഥിയാകണമെന്നോ ഒന്നും ഇവിടെ ചർച്ച നടന്നില്ല. അല്ലെങ്കിൽ ഇന്നയാളാകണം ഇന്നയാളാകണ്ട എന്നോ ചർച്ച നടന്നില്ല.
ചില ആളുകൾ ഒന്നിട്ട് ചില അഭിപ്രായ വ്യത്യാസങ്ങൾ പറഞ്ഞു. പുറത്തുനിന്നുള്ളവരാകാൻ പാടില്ല, MLA മത്സരിക്കാതിരിക്കുന്നത് നല്ലത് എന്നൊക്കെ ചില അഭിപ്രായങ്ങൾ പറഞ്ഞപ്പോൾ പാർട്ടി നേതൃത്വം ഇടപെട്ടു. അങ്ങനെ ചർച്ച ആവശ്യമില്ല, ഇത് പാർട്ടി ചെയർമാനെ പൂർണ്ണമായി ചുമതലപ്പെടുത്തിയിരിക്കുന്നു, അദ്ദേഹം തീരുമാനമെടുക്കട്ടെ, അദ്ദേഹത്തിൻ്റെ തീരുമാനം അംഗീകരിക്കുക എന്നാണ് അവിടെ പറയുകയുണ്ടായത്. പക്ഷേ എന്തായിരുന്നുണ്ടായ കൺഫ്യൂഷൻ, ബഹുമാനപ്പെട്ട ജോസ് കെ മാണി ഈ പറഞ്ഞ പോലെ സ്റ്റിയറിംഗ് കമ്മിറ്റിയിൽ ചർച്ച ചെയ്തു എന്ന് പറയുകയും ഞാനത് ചർച്ച ചെയ്തില്ല എന്ന് പറയുകയും ചെയ്തപ്പോൾ മാധ്യമങ്ങൾ ഉടനെ പറഞ്ഞു യൂത്ത് ഫ്രണ്ട് ജോസ് കെ മാണിയെ അല്ലെങ്കിൽ തള്ളി യൂത്ത് ഫ്രണ്ട് എന്ന് പറഞ്ഞ മാധ്യമങ്ങൾ വാർത്ത കൊടുത്തു. അതാണ് നിലവിൽ സംഭവിച്ചിരിക്കുന്നത്. പിന്നെ ഞാനെന്താ പറഞ്ഞത്, പ്രിയപ്പെട്ട മാണി സാറ് പാർട്ടിയുടെ ചെയർമാൻ, അദ്ദേഹം മത്സരിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ആ സീറ്റ് കൊടുക്കണം. ഞാൻ യൂത്ത് ഫ്രണ്ട് സീറ്റ് ആവശ്യപ്പെട്ടു. ഞങ്ങൾ 14 ജില്ലാ പ്രസിഡന്റുമാരും കൂടി ഒപ്പിട്ട് ബഹുമാനപ്പെട്ട പാർട്ടി ചെയർമാൻ മാണി സാറിനും പി ജോസഫ് സാറിനും ഡെപ്യൂട്ടി ചെയർമാൻ CF സാറിനും അതുപോലെ ബഹുമാന വൈസ് ചെയർമാൻ ജോസ് കെ മാണിക്കും MLA-മാർക്കും കത്ത് കൊടുത്തു. ആ കത്തിൽ ഞങ്ങൾ പറഞ്ഞു പാർട്ടിയുടെ സീനിയർ നേതാക്കന്മാരായ ബഹുമാനപ്പെട്ട മാണി സാറോ അല്ലെങ്കിൽ പി ജോസഫ് സാറിനെ പോലുള്ള അല്ലെങ്കിൽ ജോയി ഇബ്രാഹിം സാറിനെ പോലുള്ള സീനിയർ നേതാക്കൾ മത്സരിക്കുന്നുണ്ടെങ്കിൽ ഒരു സീറ്റ് ലഭിക്കുന്നുള്ളൂവെങ്കിൽ യൂത്ത് ഫണ്ട് ക്ലെയിം ഉപേക്ഷിക്കുന്നു അവസരത്തെ പറ്റിയല്ല നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. ഇവിടെ ഇന്ന് ജോസ് കെ മാണി പ്രതികരിച്ച വാചകങ്ങൾ ഞാൻ പറയാം അങ്ങയോട്. സ്റ്റിയറിംഗ് കമ്മിറ്റിയിലെ കാര്യത്തെ പറ്റിയുള്ള ജോസ് കെ മാണിയുടെ പ്രതികരണമാണ്. വലിയ ഒരു പ്രതികരണം അവിടെ വന്നു. അങ്ങീ പറഞ്ഞില്ലേ നിസാരമായിട്ട് അവിടെ ഇവിടെ ചില അഭിപ്രായങ്ങൾ വന്നു. അങ്ങനെയല്ല ഉത്തരവാദപ്പെട്ട നേതാക്കന്മാർ ആ സ്വരങ്ങളെ പരിഗണിച്ചത്. വലിയ ഒരു പ്രതികരണം അവിടെ വന്നു, പലയിടങ്ങളിൽ നിന്നും വന്നു. അപ്പോൾ തന്നെ സ്റ്റിയറിംഗ് കമ്മിറ്റി പാർട്ടി ചെയർമാനെ ചുമതലയേൽപ്പിച്ചു. അതൊരു കീഴ്വഴക്കമാണ്. അവിടെ തന്നെ ആവശ്യം മുന്നോട്ട് വെച്ചു. ഈ പറയുന്ന സംസ്ഥാന നേതാക്കന്മാരോടൊപ്പം പ്രധാനമായും കോട്ടയം ലോക്സഭാ മണ്ഡലത്തിലെ നേതാക്കന്മാരുമായി ചർച്ച ചെയ്യണം. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ സംസ്ഥാന നേതാക്കൾ ചർച്ച നടത്തി, അവരുടെ ഡോക്യുമെൻറ്റേഷൻ നടത്തി. അതിനുശേഷം എന്താണ് കൃത്യമായുള്ള താഴെത്തട്ടിലുള്ള വികാരം അതും മനസ്സിലാക്കാനുള്ള ചർച്ച നടത്തി. വളരെ ജനാധിപത്യപരമായി കാര്യങ്ങൾ ചെയ്തതാണോ തെറ്റായി പോയത്? ഇതാണ് സ്റ്റിയറിംഗ് കമ്മിറ്റിയുടെ വികാരം എന്ന നിലയിൽ ഇന്നിപ്പോൾ ജോസ് കെ മാണി കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. ജോസ് കെ മാണി പറഞ്ഞത് എനിക്കറിയില്ല, ഒറ്റ കാര്യമുള്ളൂ. സ്റ്റിയറിംഗ് കമ്മിറ്റിയിൽ തീരുമാനമെടുത്തത് മാണി സാറാണ് പറഞ്ഞത്. ഏത് ഞാൻ കോട്ടയത്തെ പ്രാദേശിക നേതാക്കന്മാരുമായി താഴെത്തട്ടിലുള്ള ആളുകളുമായി ചർച്ച ചെയ്ത് വരുന്ന ദിവസം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുമെന്ന് മാണി സാറാണ് പറഞ്ഞത്. അല്ലാതെ അവിടെ ആരും താഴെത്തട്ടിലുള്ള ആളുകളോട് ചർച്ച ചെയ്യണമെന്നൊന്നും പറഞ്ഞാൽ അവിടെ ചർച്ച നടന്നിട്ടില്ല. അത് ബഹുമാനപ്പെട്ട മാണി സാർ തന്നെയാണ് പറഞ്ഞത്. ജോസ് കെ മാണി MP അവിടെ എനിക്ക് അദ്ദേഹം സംസാരിച്ചില്ല. സംസാരിച്ച ആളുകൾ പി ജോസഫ് സാറ്, ജോയി ഇബ്രാഹിം സാറ്, CF തോമസ് സാറ്. മാണി സാറിനെ ചുമതലയേൽപ്പിച്ചു, ഒരു എതിർസ്വരവും ഇല്ല എന്ന മട്ടിലാണ് സജീദ് അവതരിപ്പിച്ചത്. അങ്ങനെയല്ല, എതിർസ്വരം വന്നു എന്ന് മാത്രവുമല്ല, മാണി സാറിനെ വെറുതെ ചുമതലയേൽപ്പിക്കുകയല്ല, ഒരു പ്രത്യേക വികാരം അവിടെ രൂപപ്പെടുന്നു. അവിടെ മറ്റുള്ള ആളുകളുമായി ചർച്ച ചെയ്യേണ്ടതുണ്ട് എന്ന ആവശ്യകത മാണി സാറിന് ബോധ്യപ്പെടുന്നു. ആ കാര്യങ്ങൾ കൂടി പറഞ്ഞുകൊണ്ട് തീരുമാനം മാണി സാറ് കൈക്കൊള്ളും എന്ന നിലയിലേക്ക് അത് പിരിയുന്നു. അല്ല, എന്താ പറഞ്ഞത് അവിടെ പ്രസംഗിച്ച് ഞാൻ കേട്ട പ്രസംഗം ഇങ്ങനെയാണ്. PJ ജോസഫ് സാറും അതുപോലെ ഡെപ്യൂട്ടി ചെയർമാൻ CF തോമസ് സാറും ജോയി ഇബ്രാഹിം സാറും പറഞ്ഞത് രാവിലെ പാർലമെന്ററി പാർട്ടി യോഗം ബഹുമാനപ്പെട്ട മാണി സാറിന്റെ സാന്നിധ്യത്തിൽ മാണി സാറിന്റെ വീട്ടിൽ ചേർന്നു. ആ പാർലമെന്ററി പാർട്ടി യോഗത്തിൽ ഇന്ന് PJ ജോസഫ് സാർ മത്സരിക്കാൻ ആഗ്രഹം പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഈ വിഷയങ്ങളൊക്കെ ഞങ്ങൾ പാർട്ടി ചെയർമാനെ ധരിപ്പിച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് കമ്മിറ്റിയിലെ കാര്യങ്ങളെ പറ്റി അങ്ങ് മാധ്യമങ്ങളോട് പറയുമ്പോൾ തന്നെ ചില ഭാഗങ്ങൾ കേൾക്കാതെ പോവുകയും വിട്ടുപോവുകയും ചെയ്യുന്നയാൾ അങ്ങ് പങ്കെടുക്കാത്ത ഒരു കമ്മിറ്റിയിലെ കേട്ട കാര്യങ്ങളെ പറ്റി ഇപ്പോൾ വിശദീകരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പൊരുത്തക്കേടുണ്ട്. ഞാൻ അങ്ങയിലേക്ക് വരാം. ഞാൻ പങ്കെടുത്തില്ലെന്ന് ആര് പറഞ്ഞു? ഞാൻ ആ സ്റ്റിയറിംഗ് പാർലമെന്ററി പാർട്ടി യോഗത്തിന്റെ കാര്യമാണ് സാർ. പാർലമെന്ററി പാർട്ടി യോഗത്തിൽ ഇന്ന കാര്യങ്ങളെല്ലാം നടന്നു എന്ന് പാർട്ടി യോഗത്തിൽ എന്ത് സംസാരിച്ചോ എന്ത് തീരുമാനമെടുത്തോ എനിക്കറിയില്ല. പക്ഷേ അത് പാർട്ടിയുടെ ഡെപ്യൂട്ടി ചെയർമാനും കമ്മിറ്റിയിലിരിക്കുമ്പോഴും അശ്രദ്ധയാണ്, ചർച്ചയിലിരിക്കുമ്പോഴും അശ്രദ്ധ. ചോദ്യം ശ്രദ്ധയോടെ കേൾക്കൂ. അങ്ങ് പങ്കാളി അല്ലാത്ത കമ്മിറ്റിയിലെ കാര്യങ്ങൾ അവിടെ ധരിപ്പിച്ചതിനെ പറ്റി അങ്ങ് പറയുമ്പോൾ ഞങ്ങൾ എങ്ങനെയത് മുഖവിലേക്ക് എടുക്കും? കാരണം അങ്ങ് പങ്കാളി ആയിരുന്ന കമ്മിറ്റിയിലെ കാര്യങ്ങൾ വ്യക്തതയോടെ അങ്ങ് അവതരിപ്പിക്കുന്നില്ല. ഇതാണ് പ്രശ്നം. അപ്പോൾ അതൊരു അശ്രദ്ധയാണോ, അതോ മാനസികമായ ഏതെങ്കിലും ഒരു പിരിമുറുക്കത്തിന്റെ ഭാഗമായി വരുന്ന പ്രതികരണമാണോ എന്നത് നമുക്ക് വിശദമായി പരിശോധിക്കാം. അങ്ങ് ആകുലപ്പെടാതെ, അങ്ങ് അക്ഷമനാകണ്ട, ആകുലപ്പെടണ്ട, സമാധാനമായിരിക്കും. നമുക്ക് വീണ്ടും അങ്ങയിലേക്ക് വരാം. ശ്രീ റോയ് മാത്യു, ഇവിടെ ഇപ്പോൾ PJ ജോസഫ് വീടുകൾ കയറി നടക്കുകയാണ്. പലതരം ഉപാധികളാണ് അദ്ദേഹം വയ്ക്കുന്നത്. ഇപ്പോൾ കോട്ടയത്തെ സീറ്റിൻ്റെ കാര്യത്തിൽ തിരിച്ചടി കിട്ടി, ഒരു നിസ്സഹായതയുണ്ട് PJക്ക്. എന്നാൽ ആ സീറ്റ് നിഷേധത്തിൽ നിന്ന് അവസാനിക്കുന്നതല്ല അദ്ദേഹത്തിൻ്റെ നിസ്സഹായത. കൂടുതൽ നിസ്സഹായതകൾ അദ്ദേഹത്തിനുണ്ട് എന്ന് അദ്ദേഹത്തിൻ്റെ ഓരോ ചുവടുവയ്പ്പിലൂടെയും ബോധ്യപ്പെടുകയാണോ? ഇവിടെ ശ്രീ പഴകുളം പറഞ്ഞതുപോലെ എല്ലാം രമ്യമായി പരിഹരിക്കാൻ കഴിയുന്ന ഈ പറയുന്ന കൂട്ടുകക്ഷി ധർമ്മസംഹിത, അതിൻ്റെ
പൂർണ്ണതയിലേക്ക് പോകുന്ന ദിവസങ്ങളായിട്ടാണോ നാം ഈ മണിക്കൂറുകളെ കാണുന്നത്? അല്ല, ഇതിനകത്ത് പഴകുളം മധു എന്ന് പറഞ്ഞാലും ഇത് കോൺഗ്രസ് ഉണ്ടാക്കിയ ഒരു ട്രാപ്പിനകത്ത് ഈ പാർട്ടി ചെന്ന് ചാടുകയും അതിനോടനുബന്ധിച്ചുണ്ടായ ചില വിഷയങ്ങളാണ്. അത് നമുക്ക് നിഷേധിക്കാനാവാത്ത. കാരണം എന്തായിരുന്നു, രണ്ട് മുന്നണികളിലും പെടാതെ നിന്ന മാണിയെ മുന്നണിയിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടി ഈ കോൺഗ്രസിൻ്റെ നേതൃത്വം ഒരു കോൺഗ്രസ്സിന് അവകാശപ്പെട്ട ഒരു രാജ്യസഭാ സീറ്റ് വിട്ടുകൊടുത്ത് കൊണ്ടുവന്ന് ഒരു പാക്കേജിൻ്റെ ഭാഗമായി കൊണ്ടുവരികയും ആ സമയത്ത് ഇനി ഞാനിന്ന് ഈ ചർച്ചയിലേക്ക് വരുന്ന സമയത്ത് ഞാൻ പി ജെ ജോസഫിനോട് സംസാരിച്ചു. പി ജെ ജോസഫ് പറഞ്ഞത് രാജ്യസഭാ സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കാൻ വേണ്ടി പാർലമെൻ്ററി ബോർഡ് കൂടി തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് സ്ഥാനാർത്ഥി നിർണ്ണയത്തിൻ്റെ കാര്യത്തിൽ തീരുമാനമെടുത്തത്. ആ ഘട്ടങ്ങളിലൊന്നും മറ്റ് പാർട്ടിയുടെ മറ്റ് കമ്മിറ്റികളിലൊന്നും ഈ തരത്തിലുള്ള ചർച്ചയൊന്നും ഉണ്ടായിരുന്നില്ല. ജോസഫിൻ്റെ പേര് വന്നു കഴിഞ്ഞപ്പോഴാണ് പാർട്ടിയുടെ പരമോന്നത സമിതിയിൽ നിന്ന് താഴോട്ട് മണ്ഡലം കമ്മിറ്റി വരെ ചർച്ച ചെയ്യണമെന്നുള്ള സ്ഥിതിയിലേക്ക് കാര്യങ്ങളെത്തിയത്. ഈ പാർട്ടിയുടെ ഏറ്റവും താഴത്തെ ഘടകമാണ് ഈ മണ്ഡലം കമ്മിറ്റി എന്ന് പറയുന്നത്. ഈ പാർട്ടിയുടെ ഏറ്റവും വലിയ കമ്മിറ്റി തീരുമാനമെടുക്കേണ്ട കാര്യം താഴേക്ക് വിട്ട് ജോസഫിനെ ഔട്ടാക്കാൻ വേണ്ടി കണ്ടുപിടിച്ചൊരു വലിയൊരു തന്ത്രത്തിൻ്റെ ഭാഗമായാണ് ജോസഫ് ഔട്ടായിപ്പോയി. അതിന് പറഞ്ഞ ന്യായങ്ങൾ എന്താണ്? കോട്ടയം ജില്ലയ്ക്ക് പുറത്തുനിന്നുള്ള ഒരാളെ ഇവിടെ മത്സരിപ്പിച്ചു കഴിഞ്ഞാൽ പാർട്ടിക്ക് ജയസാധ്യത കുറയും. പാർട്ടിയുടെ വൈസ് ചെയർമാനാണ് പറയുന്നത്, ഇല്ലേ? പാർട്ടിയുടെ ഈ വർക്കിംഗ് ചെയർമാനായിട്ട് ആളാണ് സ്ഥാനാർത്ഥിത്വം ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ അയാളെ പുറത്താക്കാൻ വേണ്ടി കൊടുക്കാതിരിക്കാൻ വേണ്ടി കണ്ടുപിടിച്ച ഒരു ന്യായങ്ങളാണ് ഇത് മുഴുവൻ. അപ്പോൾ ആ ഒരു അവസ്ഥയ്ക്കകത്ത് ജോസഫ് ഇപ്പോൾ പാർട്ടി ദുർബലനായിട്ട് നിൽക്കുകയാണ്. കാരണം ജോസഫിൻ്റെ കൂടെ മോൻസ് ജോസഫും മാത്രമേ ഉള്ളൂ. ആ സ്ഥിതിയിലാണ് നിൽക്കുന്നത്. ജോസഫ് ഒരു 3-4 വർഷം മുമ്പ് ഈ പാർട്ടിയുമായി ലയനം നടത്തുമ്പോൾ ഉണ്ടായിരുന്ന ഒരു കാരണവുമില്ലാതാണ് ഇടതുപക്ഷ മുന്നണി വിട്ട് മാണിയുമായി ലയിച്ചത്. അപ്പോൾ അന്ന് മുതൽ ജോസഫ് അനുഭവിക്കുന്ന ഈ പാർട്ടിക്കുള്ളിൽ അനുഭവിക്കുന്ന ജനരിക്ത അനുഭവങ്ങളുണ്ട്. അതിൻ്റെ ഒരു പരിണതഫലമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അപ്പോൾ ആ ജോസഫ് ഇപ്പോൾ UDFൻ്റെ പുറകെ അല്ലെങ്കിൽ കോൺഗ്രസ് നേതാക്കന്മാരുടെ പുറകെ കയറി നടക്കുന്നു. ഒരു വീട്ടിൽ നിന്ന് വേറൊരു വീട്ടിലേക്ക് അദ്ദേഹം പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇതിൻ്റെ ഒരു പരിണതഫലം എന്താണ്? ഈ പാർട്ടിക്കകത്ത് അനിവാര്യമായ വേറൊരു പിളർപ്പ് വരാൻ പോകും, ഇന്നല്ലെങ്കിൽ നാളെ. കാരണം ഇവർ തമ്മിൽ ഈ പാർട്ടിയിൽ എന്താണ് 55 വർഷം പ്രായമുള്ള ഈ പാർട്ടിയിൽ ഏതെങ്കിലും ഒരു ആശയത്തിൻ്റെ അടിസ്ഥാനത്തിലാണോ ഈ പാർട്ടിയിൽ പിളർപ്പുകൾ ഉണ്ടായിരിക്കുന്നത്? അല്ല, ഈ പാർട്ടിയുടെ സർവൈവൽ തന്നെ എന്തിൻ്റെ പേരിലാണ്? അധികാരം പിടിക്കുക, അതിനോടൊപ്പം തന്നെ മറ്റ് സ്ഥാനമാനങ്ങൾ കരസ്ഥമാക്കുക, 4-5 പേരിൽ മാത്രമായിട്ട് നിൽക്കുക. ഇന്ത്യയിലെ രണ്ടാമത്തെ പ്രാദേശിക പാർട്ടിയായിരുന്നു. DMK കഴിഞ്ഞുണ്ടായ പാർട്ടിയായിരുന്നു ഇത്. DMK ഇതിനോടകം പലവട്ടം സംസ്ഥാനം ഭരിച്ചു. അതിനുശേഷമുണ്ടായ സംസ്ഥാനങ്ങൾ ഭരിക്കുകയൊക്കെ ചെയ്തു. എന്നിട്ട് ഈ പാർട്ടിയുടെ അവസ്ഥ എവിടെയാണ്? പല 10ഓളം ഘടകങ്ങളായി ഇപ്പോൾ നിൽക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ബേസിക് ഇഷ്യൂ എന്താണ്? അധികാരം 1-2 പേരിൽ ഒതുക്കി നിർത്തി ബാക്കിയുള്ളവരെ കാലാകാലങ്ങളിൽ വെട്ടി ഒതുക്കുന്ന ഒരു തന്ത്രമാണ് ഈ പാർട്ടിക്ക് അത് സംഭവിച്ചിട്ടുണ്ട്. ഇതിനകത്ത് വലിയ ജനാധിപത്യവും ഇല്ല. ഇതിനകത്ത് ഈ പറയത്തക്ക യാതൊരു മാർഗനിർദ്ദേശങ്ങളോ പഴകുളം അത് പറഞ്ഞ ഒരു ധാർമ്മികതയൊന്നുമില്ല. അതൊക്കെ വെറും സങ്കല്പങ്ങൾ മാത്രമാണ്. അങ്ങനെ ഒരു ധർമ്മത്തിൻ്റെ അടിസ്ഥാനത്തിലൊന്നും അല്ല ഈ മുന്നണികളൊന്നും പ്രവർത്തിക്കുന്നു, പ്രത്യേകിച്ച് UDFനകത്ത് അങ്ങനെയൊന്നുമുള്ള ഈ എടുത്തു പറയത്തക്ക ഒരു ധാർമ്മികതയും പ്രശ്നങ്ങളൊന്നുമില്ല. അന്നേരത്തെ അവസരത്തിനനുസരിച്ച് പെരുമാറുന്നു. എന്തിനായിരുന്നു രാജ്യസഭാ സീറ്റ് വിട്ടുകൊടുത്ത് BJ കുര്യനെ ഒതുക്കാൻ വേണ്ടി കോൺഗ്രസ് കണ്ടുപിടിച്ചൊരു ന്യായം, മാണിയെ ഇതിനകത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടി കണ്ടുപിടിച്ചൊരു ന്യായം എന്നല്ലാതെ മറ്റ് ന്യായങ്ങളൊന്നും അതിനകത്തില്ലായിരുന്നു. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. ജോസഫിൻ്റെ മുന്നിലുള്ള ഇനി ഓപ്ഷൻസ് എന്താണ്? ജോസഫിനകത്ത് ഇനി എത്ര നാൾ ഈ അപമാനം സഹിച്ചുകൊണ്ട് ജോസഫിനകത്ത് നിൽക്കും? 70 മുതൽ കേരളത്തിൽ മന്ത്രിയും MLAയും ഒക്കെയായി നിൽക്കുന്ന ഒരാളാണ് ഇന്നിപ്പോൾ ഒരു MP സീറ്റിന് വേണ്ടി ഇവരുടെ എല്ലാം മുറകെ കയറി ഇറങ്ങി നടക്കുന്നു, ഇല്ലേ? ആ മനുഷ്യൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ വലിയ ദുരന്തമാണ് സംഭവിച്ചിരിക്കുന്നത്. ആ ദുരന്തത്തിന് ഉത്തരവാദികൾ ഇന്നല്ലെങ്കിൽ നാളെ മറുപടി പറയേണ്ടി വരും എന്നുള്ള മട്ടിലാണ് ഇപ്പോൾ ജോസഫ് നിൽക്കുന്നത്. അതുകൊണ്ടാണ് കോൺഗ്രസ്സുകാർ പറയുന്നത് ഞങ്ങൾ സംരക്ഷിച്ചു കൊള്ളാം എന്നുള്ള ആ ഒരു അഷുറൻസ് ജോസഫിനുണ്ട്. പക്ഷേ ഈ കൂറുമാറ്റത്തിൻ്റെ പരിധിയിൽ വരാതിരിക്കാൻ വേണ്ടി രക്ഷപ്പെടുത്താനുള്ള മാർഗ്ഗങ്ങളും അവർ ആലോചിക്കുന്നു. ഇനിയിപ്പം ഈ മാണിയുടെ ഗ്രൂപ്പിൽ നിന്ന് ആരൊക്കെ ഇങ്ങോട്ട് ചാടുമെന്നൊന്നും അറിയത്തില്ല. കാരണം അതിനൊന്നും അത്ര വലിയ നൈതികതയുടെ ഒന്നും ആവശ്യമൊന്നുമില്ല. അവർക്ക് ചേരി മാറുന്ന മിനിറ്റുകൾക്കുള്ളിൽ ചേരി മാറുന്ന അനുഭവങ്ങളും ചരിത്രവുമാണ് ആ പാർട്ടിക്കുള്ളത്. അപ്പോൾ അത് ജോസഫിന് ഇപ്പം നിലവിൽ ജോസഫ് എങ്ങും അല്ലാത്തൊരവസ്ഥയിലാണ്. ചെറുത്താനും കടലിലും ഇടയ്ക്കാണ്. മാണി ഗ്രൂപ്പ് പാർട്ടിക്കകത്തുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. അകത്താണോ എന്ന് ചോദിച്ചാൽ അകത്തല്ല, പുറത്താണ്. അപ്പം മാണിയുടെ കയ്യിൽ നിന്ന് കൃത്യമായി ജോസ് കെ മാണിയുടെ ആ ഒരു ടേക്ക് ഓവർ നടന്നു കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇനിയിപ്പം ജോസ് കെ മാണിയുടെ വിംസ് ആൻഡ് ഫാൻസി അനുസരിച്ച് കാര്യങ്ങൾ പോകത്തും. അവിടെ ഇത്തരം കക്ഷികളെ ജോസ് കെ മാണിക്ക് പാർട്ടിയിൽ പിടിമുറുക്കണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് എതിരായി നിൽക്കുന്ന അല്ലെങ്കിൽ ശക്തിമത്തായ ആൾക്കാരെ എന്ന് തോന്നുന്നവരെ ഒതുക്കുക എന്നുള്ളതേ ഉള്ളൂ. അത് സിമ്പിൾ ലോജിക്കാണ്. ആ ഗില്ലറ്റിൻ പ്രോസസ്സാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ശരി, ജനപക്ഷം നേതാവ് ശ്രീ PC ജോർജ് MLA ടെലിഫോൺ ലൈനിലുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ശ്രീ PC ജോർജ്, അങ്ങേക്ക് കേൾക്കാമോ? കേൾക്കാവുന്ന. ശ്രീ PC ജോർജ്, ഇവിടെ ഇപ്പോൾ കോൺഗ്രസിൻ്റെയും മുന്നണി നേതൃത്വത്തിൻ്റെയും സംരക്ഷണം തേടി നടക്കുകയാണ് PJ ജോസഫ്.
മുന്നണിക്കൊപ്പം നിൽക്കും എന്നാണ് ഇന്ന് മോൻസ് ജോസഫ് പി ജെ ജോസഫിന് അടുത്ത് നിന്നുകൊണ്ട് പറഞ്ഞതും. ഈ നീക്കങ്ങൾ എന്തുദ്ദേശത്തിൽ നടത്തുന്നതാണ് ശ്രീ പി സി ജോർജ്? അതായത് ഈ കോൺഗ്രസിന് ഒരു ബാധ്യതയുണ്ടല്ലോ, ജോസഫിനെ സംരക്ഷിക്കാനുള്ള ബാധ്യത കോൺഗ്രസിന്. കാരണം ഇടതുപക്ഷത്ത് വലിയ 3-4 വകുപ്പിന്റെ മന്ത്രിയായിരുന്ന ജോസഫാണ് അത് രാജിവെച്ചിട്ട് UDP ചേർന്നത്, UDPയോടൊപ്പം വന്നത്. പാർട്ടി യോജിക്കാനും നന്ദിയില്ലാത്ത ആളാണ് മാണി. അത് വേറെ കാര്യം. മാണി നന്ദിയില്ലെങ്കിലും മറ്റ് രാഷ്ട്രീയക്കാരെല്ലാം നന്ദിയില്ലാത്തവരാണ്. മനസാക്ഷി നീതിബോധം ഇല്ലാത്തവരായിട്ട് രാഷ്ട്രീയക്കാർ മുഴുവൻ മാറുന്നു ഞാൻ കരുതുന്നത്. എനിക്ക് നന്ദികൾ കാണിക്കാൻ ജീവിതത്തിൽ പറ്റും. അങ്ങനെ കുറച്ചു പേരെങ്കിലും കോൺഗ്രസ് കാണിച്ചേ. ഉമ്മൻചാണ്ടി പിന്നെ കാര്യസാധ്യത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പുള്ളിയുടെ കാര്യത്തിൽ നിൽക്കുന്നുണ്ടാവും, ഇല്ലെന്നൊന്നും പറയുന്നില്ല. പക്ഷെ മനസാക്ഷി നീതിബോധമുള്ള ആളുകൾ കോൺഗ്രസ് ഉണ്ടാവും എന്നാ എന്റെ വിചാരം. അങ്ങനെയെങ്കിൽ മാണി ഉത്തരം പറയും. മാണി ഉത്തരം പറയുന്ന സാഹചര്യം നമുക്ക് കാണാൻ കഴിയും. എന്റെ ഒരു വിചാരം, ഒരു വലിയ താമസമില്ലാതെ ഒരു തീരുമാനം ജോസഫിന് അനുകൂലമായി കോൺഗ്രസിൽ നിന്നുണ്ടാവും. അത് മാണിയുടെ വാർത്തകളിലുമായിരിക്കും. മാണി നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, മാണിക്ക് എങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റും? അതായത് ഞാൻ ആളെ മോശമാക്കാൻ പറയുന്നതല്ല. മാണി കൊണ്ടൊന്ന് ഇരുതിയായിരിക്കും, ഏൽപ്പിച്ച് നിർത്തിയാൽ നിൽക്കും, കിടക്കാൻ പറഞ്ഞാൽ പറ്റിയ പിടിച്ച് കിടത്തിയാൽ കിടക്കും, അത്രേ ഉള്ളൂ. ആ മാണിയെ വെച്ചുകൊണ്ട് കോൺഗ്രസിന് എത്ര നാള് മുന്നോട്ട് പോകാൻ കഴിയും? ആ മകന്റെ ഓളത്തരത്തിന് മുഴുവൻ കൂട്ടിരിക്കേണ്ട ഗതിയാണ്. മകൻ പറയുന്നത് എന്തോ അതിൽ ഒപ്പിടുന്നുള്ളതിന് അപ്പുറത്തൊന്നും ചെയ്യാൻ ബഹുമാനായ KM മാണിക്ക് ഇപ്പൊ കഴിയുന്നില്ല. ഞാൻ വസ്തുതാപരമായിട്ട് സംസാരിക്കും. എനിക്ക് മാണി വിരോധം പറയല്ല. ഇപ്പോഴത്തെ നിലയ്ക്ക് KM മാണി ഒരു കുറ്റവും പറയരുതെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം ആ നിലയിലാണ് അദ്ദേഹം. അപ്പോ ജോസ് കെ മാണി എന്ന് പറയുന്ന എട്ടുമുട്ടും ചെയ്യാത്ത രാഷ്ട്രീയക്കാരൻ തരുതോർജുമായിട്ട് നടക്കുക ഇപ്പോഴും. അറിയാമോ എന്തൊരു നാണക്കേടാ? അയാളെ ചുമക്കേണ്ട ജോലിയാണ് കോൺഗ്രസിനുള്ളത്. ഒരു മാനമര്യാദയുള്ള കോൺഗ്രസുകാരുടെ ഇളം ചുമന്ന് നടക്കാൻ പറ്റും. ആ നിലയ്ക്ക് ജോസഫിന് അനുകൂലമായി തീരുമാനമെടുക്കാൻ മനസാക്ഷിയുള്ള കോൺഗ്രസ് നേതൃത്വത്തിൽ മനസാക്ഷി മരവിക്കാത്തവരും നീതിബോധമുള്ളവരുമായ കോൺഗ്രസ് നേതാക്കന്മാർ തീരുമാനമെടുക്കും. അത് കോൺഗ്രസിന്റെ ആവശ്യമാണ്. ഇല്ല ഇയാളെ ഈ ചെറുക്കൻ ചുമന്നുകൊണ്ട് എത്ര നടക്കാൻ പറ്റും? 4 നയിച്ചു പോവരെ. അതുകൊണ്ട് സ്വാഭാവികമായ ഒരു രാഷ്ട്രീയ മാറ്റത്തിന് കോൺഗ്രസ് നേതൃത്വം കൊടുക്കും തന്നെയാണ് ഞാൻ കരുതുന്നത്. അത് ജോസഫിന് അനുകൂലമായിരിക്കും, ജോസഫിന് ഗുണകരമാകും എന്ന് ഞാൻ കരുതുന്നു. അങ്ങ് പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട ഒരു വാചകമാണ്, രാഷ്ട്രീയ മാറ്റത്തിനുള്ള സാഹചര്യം കോൺഗ്രസ് ഒരുക്കുമെന്ന്. ഇവിടെ ഇപ്പോൾ കേരള കോൺഗ്രസ് എമ്മിൽ ശക്തരായി നിൽക്കുന്നത് എന്തായാലും ഈ മാണി ഗ്രൂപ്പ് തന്നെയാണ്. ശ്രീ റോയിയും ഇവിടെ പറഞ്ഞതുപോലെ PJയും മോൻസ് ജോസഫും മാത്രമേ ഉള്ളൂ MLA-മാരെന്ന നിലയിൽ അദ്ദേഹത്തിന്റെ ഗ്രൂപ്പിലുള്ളത്. ഇവർക്ക് പിളർന്നു വരാൻ കഴിയില്ല. പറഞ്ഞോളൂ സാർ. ഈ ഒരു കാര്യമായാലും ഈ വിവരങ്ങളൊക്കെ ആരാ പറയും? ഞാൻ മാണി ഗ്രൂപ്പിനകത്ത് എത്രയോ പ്രവർത്തകരും നേതാക്കന്മാരോട് സംസാരിച്ചു. ആത്മാർത്ഥമായി മാണിയുടെ കാലം കഴിഞ്ഞാൽ മാണി ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ കേരള കോൺഗ്രസ് പാർട്ടിയെ കാണില്ല. ഈ മകന്റെ കൂടത്തിലൊന്നും നിൽക്കാൻ ആളെ കിട്ടുകയില്ല. CF തോമസ് MLA ഒരു കാരണവശാലും ഈ പയ്യന്റെ നേതൃത്വം കഴിച്ച് നിൽക്കുന്ന പ്രശ്നമില്ല. ഇപ്പൊ 1 മാസത്തിന് ചെറുക്കൻ ചെയർമാനാക്കും ഒപ്പിടും മാണിക്ക് പറ്റിയല്ലോ. ചെറുക്കൻ പറയും ഒപ്പിടും. ആ മാണിയുടെ കൂടെ ജോസ് കെ മാണി ചെയർമാനായ പാർട്ടി PJ ജോസഫും CF തോമസും നിൽക്കുന്നു വരുന്നുണ്ടോ? ജയരാജൻ പോലും നിൽക്കുകയല്ല. ജയരാജൻ നാണക്കേടല്ലേ? അച്ഛൻ കുറുപ്പിന്റെ മകനന്നെയാണ്, നാരായണക്കുറുപ്പിന്റെ മകനാണ്. ശ്രീ പി സി ജോർജ്, അങ്ങ് ചൂണ്ടിക്കാട്ടുന്നത് പോലെ KM മാണിയുടെ അനാരോഗ്യം ആ കാലം കഴിഞ്ഞാൽ പിന്നെ പ്രധാനപ്പെട്ട നേതാക്കന്മാർക്ക് എങ്ങനെ ജോസ് കെ മാണിയുടെ കീഴിൽ പ്രവർത്തിക്കാൻ കഴിയും? അങ്ങനെയൊക്കെയാണ് എങ്കിൽ ഒരു ആശയ സമരം ഉണ്ടാക്കിക്കൊണ്ടുവന്ന് ബലവത്തായി വളർന്ന് സ്വാധീനമുറപ്പിക്കുക, അതല്ലേ വേണ്ടത്? അതിന് പകരം കിട്ടില്ല എന്നുറപ്പുള്ള ഒരു സീറ്റിനെ ചൊല്ലി പരാജയപ്പെടുമെന്ന് ഉറപ്പുള്ള ഒരു കളി കളിക്കുക. അതെങ്ങനെയാണ് ഗുണം ചെയ്യുക? അത് ഫലത്തിൽ ജോസഫിനെ ഒറ്റപ്പെടുത്തുന്ന ഒരവസ്ഥയിലേക്കല്ലേ എത്തിച്ചത്? അല്ല, അതിനകത്ത് അത് മാണിക്കാര് പറഞ്ഞുണ്ടാക്കുന്നതല്ലേ. അത് ജോസ് കെ മാണിയുടെ കിങ്കരന്മാർ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം. ഇവിടെ രാജ്യസഭാ സീറ്റ് വന്നല്ലോ. 1 വർഷം ലോകസഭാ മെമ്പറായ ജോസ് കെ മാണിക്ക് എന്ത് കാര്യം അവിടെ? വേറെ എത്രയോ നേതാക്കന്മാർ ഈ പാർട്ടിയിലുണ്ട്. എന്തായാലും ആരും ചർച്ച ചെയ്യാതെ അന്നും ഒരു താലക്കമാണനാണ് ഈ ചാഴികാരൻ. ഈ താലക്കമാണൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചാൽ ഞങ്ങളുടെ നാട്ടിൽ ഈരാറ്റുപേട്ട മുസ്ലിങ്ങളുടെ വിവാഹമുണ്ട്. ഒരു ഭാര്യയും ഭർത്താവും കൂടെ തലാക്ക് പറഞ്ഞ് പിരിഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും അവർ യോജിക്കാൻ പറ്റിയല്ല.
യോജിക്കാൻ പറ്റണമെങ്കിൽ വേറൊരുത്തരെ കൊണ്ട് ആ സ്ത്രീയെ കെട്ടിച്ച് ഒരു രാത്രി കഴിഞ്ഞ് 2-ാം ദിവസം അവനെ കൊണ്ട് തലാക്ക് പറയിച്ചിട്ട് വേണം കല്യാണം കഴിക്കാൻ. അതായത് താലക്കുമാരന്മാരിങ്ങനെ പറയണമുണ്ട്. ഇവന്മാരിങ്ങനെ ഇത് നോക്കിയിരിക്കുക, ആരെങ്കിലും തലാക്ക് പറഞ്ഞ് എപ്പോഴും താലക്കുമാടനായിട്ടിരിക്കുക. അതുപോലെ താലക്കുമാടനാണ് നമ്മളെ ചാഴികാരൻ. കഴിഞ്ഞ രാജ്യസഭാ സീറ്റ് വന്നപ്പോ ഈ താലക്കുമാടന്റെ പേര് പറഞ്ഞു ഇയാളാണ് രാജ്യസഭ MP എന്ന്. നോമിനേഷൻ 2 ദിവസം കൊണ്ട് ഞാനാണെന്ന് പറഞ്ഞ് ഒക്കെ മണിക്ക്. ഇപ്പോഴും എനിക്ക് ഇപ്പൊ നിവൃത്തിയില്ലാഞ്ഞിട്ടാണ് ഈ താലക്കുമാടനെ നിർത്തിയിരിക്കുന്നത്. മനസ്സിലായില്ലേ? അതിനകത്ത് വേറൊരു പൊളിറ്റിക്സ് ഉണ്ട്. വാസവനും ജോസ് കെ മാണിക്കും ഒരു കച്ചവടമുണ്ട്. ആ കച്ചവടം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ജില്ലാ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുണ്ടായ കച്ചവടമാണ്. അത് കോൺഗ്രസിനെ തോപ്പിച്ചുകൊണ്ട് അവരെ കളിയാക്കിക്കൊണ്ട് KC ജോസഫും മറ്റും കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന ഞാൻ കണ്ടതാണ്. ആ നല്ല ഇത്ര ശുദ്ധനായ ഒരു കോൺഗ്രസ്സുകാരനാണ്. ആ പാവം ഇവിടുന്ന് പാഞ്ഞ് അവിടെ ചെന്ന കോട്ടയത്ത് എന്തിന്. പക്ഷേ ശ്രീ PC ജോർജ് ഇതൊക്കെ അറിയുന്ന ആളാണ് ഉമ്മൻചാണ്ടി അടക്കമുള്ളവർ. അന്നത്തെ ആ ഘട്ടത്തിൽ ഉമ്മൻചാണ്ടി കർക്കശമായി അവസാനം ഒരു വാക്കും പറയുകയുണ്ടായി, ഇനി ഈ കാര്യത്തിൽ ഒരു വീണ്ടും വിചാരമില്ല എന്ന്. അങ്ങനെ മാണി അങ്ങ് പോവുകയും ചെയ്യുന്നു. ഇതൊക്കെ അറിഞ്ഞതിന് ശേഷമാണ് അത്ര തീവ്രമായി, വളരെ അസാധാരണമായി മാത്രമാണല്ലോ ഈ ഘടകകക്ഷികളുടെ കാര്യത്തിലൊക്കെ ഉമ്മൻചാണ്ടി അങ്ങനെ പ്രതികരിക്കുക. അന്ന് പ്രതികരിച്ച് കണ്ടതുമാണ്. അതേ ഉമ്മൻചാണ്ടി അടക്കമുള്ളവരുടെ മുൻകൈയിലാണ് കോൺഗ്രസിന് ഉള്ള രാജ്യസഭാ സീറ്റ് ഇങ്ങോട്ടേക്ക് ആവശ്യപ്പെടാതെ തന്നെ മാണിക്ക് നൽകിക്കൊണ്ട് ഈ രൂപത്തിൽ അവരെ മുന്നണിയിലേക്ക് ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ ഇതൊക്കെ പഴങ്കഥയാണ് എന്ന് പറഞ്ഞ് മറക്കാനുള്ളൊരു മനസ്സ് ആ ഘട്ടത്തിൽ പ്രകടിപ്പിച്ച കോൺഗ്രസ് നേതൃത്വത്തിന് ഇപ്പോൾ പെട്ടെന്ന് എങ്ങനെയാണ് ഒരു അവിശ്വാസത്തിൻ്റെ ധാര ശക്തിപ്പെടുന്നു എന്ന നിലയിലൊരു തീരുമാനമെടുക്കാൻ, അത് മറ്റൊരു കക്ഷിയുടെ ഉള്ളിലെ വിഷയത്തിൽ ഇടപെട്ട് തീരുമാനിക്കാൻ കഴിയുക? ഒരു രീതിയും പരിഗതിയില്ലാത്തതുകൊണ്ട് കോൺഗ്രസ് നിവൃത്തിയില്ലാതെ കൊടുത്തതാണ്. അത് കോൺഗ്രസിന് മുകളിൽ നിന്നുള്ള നിർദ്ദേശം വന്നു. അത് തന്നെയല്ല, മറ്റു മാർഗം ഇവിടെ ഇല്ലാതായി. അതിനകത്ത് കുഞ്ഞാലിക്കുട്ടിയുടെ കളികളുണ്ടായി. കുഞ്ഞാലിക്കുട്ടിയും മാണി ഒരു കൂട്ടുകച്ചവടക്കാരാണ്. ഇപ്പൊ ആ കച്ചവടമൊക്കെ നിന്ന് കാരണം മാണിക്ക് മിണ്ടാമലായപ്പോ ഇനി മാണിയുടെ കച്ചവടം ഇല്ല. അത് കുഞ്ഞാലിക്കുട്ടി ഒറ്റപ്പെട്ടു. അന്ന് കുഞ്ഞാലിക്കുട്ടി കൂടിക്കൊണ്ട് ചെയ്താണ് ആ രാജ്യസഭാ സീറ്റ് കൊടുത്ത കേരളത്തിൽ ഏതെങ്കിലും ഒരു കോൺഗ്രസ്സുകാരുടെ അനുകൂലമാണ്. മുഴുവൻ കോൺഗ്രസ്സുകാരുടെ മനസ്സിൽ വേദനയായിട്ട് കിടക്കുക. മാണി പിടിച്ചു പറിച്ച് രാജ്യസഭ എടുത്ത് അറിയാമോ? ഏതൊരു ആൾക്കാർ കൊടുത്ത മകന്. അതൊന്നും എന്തൊരു മര്യാദകളാണ്. വേറെ ആരും പാട്ടില്ലേ? മാണിയുടെ യൂത്ത് ഫണ്ടിന്റെ പ്രസിഡന്റ് ഉണ്ട്. മാണിക്ക് വേണ്ടി ചാകാൻ ഇന്നലെ വരെ നടന്നവരാ. ആ യൂത്ത് ഫണ്ട് പ്രസിഡന്റ് ഇന്ന് പറഞ്ഞിരിക്കുക ശുദ്ധ മര്യാദകളാണ് ഈ ജോസ് കെ മാണി കാണിച്ചത്. പാർട്ടിയുടെ കമ്മിറ്റി അറിയാതെ ലോകസഭയിൽ സ്ഥാനാർത്ഥി നിർത്തിയിരിക്കുന്നത്. സജീവ് മഞ്ഞക്കടമ്പിലിനെ ആണല്ലോ അങ്ങ് ഉദ്ദേശിക്കുന്നത്. അദ്ദേഹം ഇപ്പോൾ ഈ ചർച്ചയിൽ സന്നിഹിതനാണ്. ശ്രീ PC ജോർജ്, നമുക്ക് പുതിയ കാര്യത്തിലേക്ക് വരാം. അന്നിപ്പോൾ അങ്ങ് പറഞ്ഞതുപോലെ ഒരു രാജ്യസഭാ സീറ്റ് കൊടുക്കുന്നു, അത് ജോസ് കെ മാണിക്ക് പോകുന്നു. പിന്നീട് ഉമ്മൻചാണ്ടി പറയുന്നുണ്ട്, അതായത് ഇതിലൊന്നും പാഠം പഠിച്ചിട്ടില്ല എന്നാണോ ഇപ്പോൾ വിചാരിക്കേണ്ടത്? കോട്ടയം സീറ്റും മാണി ഗ്രൂപ്പിന് തന്നെ എന്ന് പറയുമ്പോൾ അന്ന് PJ ജോസഫ് ഇത്തരം ഒരു ആവശ്യവുമായി വരുമെന്നൊന്നും കരുതിക്കൂടാ. ഇപ്പോഴാണ് ഇന്നിപ്പോ ഒരു പത്രത്തിന് നൽകിയ അഭിമുഖത്തിലാണ് PJ ജോസഫ് ആ കാര്യം ആദ്യമായി വെളിപ്പെടുത്തുന്നത്. അതായത് ഇത് 2ാം സീറ്റാണ്. കോട്ടയം എന്ന് പറയുന്നത് 2ാം സീറ്റാണ്. രാജ്യസഭാ സീറ്റായിരുന്നു 1ാം സീറ്റ്. അത് ജോസ് കെ മാണിക്ക് കൊടുത്തതുകൊണ്ട് 2ാം സീറ്റിന് പിന്നെ ശക്തനായ എനിക്കാണ് അവകാശം. ഇതൊക്കെ ഇപ്പോഴാണ് പറയുന്നത്. ഇതൊക്കെയാണ് പ്രശ്നം. അതല്ലേ സത്യം, എല്ലാവർക്കും അറിയാമല്ലോ. അവിടെ അവർ ഹൈപ്പവർ കമ്മിറ്റി കൂടിയല്ലോ. 4 ജില്ലാ പ്രസിഡന്റ് ജോസഫിനെ ചീത്ത വിളിച്ചു. അപ്പം മിണ്ടാൻ മേലായിരിക്കും കാര്യങ്ങളെല്ലാം കേട്ട് കൈ പൊക്കി. മിണ്ടാൻ പറ്റിയാൽ പുള്ളി കൈ വെക്കി മതി. അതായത് ആവശ്യ തെറിയായി. ഇനി തെറി പറയണ്ട. ബാക്കിയുള്ളവർ ജോസഫിന് അനുകൂലമായിരുന്നു. അത് പറയിക്കാൻ മാണി സമ്മതിച്ചില്ല. എന്നിട്ട് ഞാൻ തീരുമാനിച്ചോളാം എന്ന് പറഞ്ഞ് പിരിച്ചു. സാധാരണ കേരള സെമ്മിലെ ചരിത്രം എന്താണെന്ന് ചോദിച്ചാൽ, യോജിപ്പിന് ശേഷം ഒരു തീരുമാനം ഉണ്ടാകുന്നെങ്കിൽ മാണിയും ജോസഫും ഒരുമിച്ചാണ് തീരുമാനിക്കുന്നത്. ഇത് മാണി തന്നെ തീരുമാനിച്ചതെന്ന് കൈപൊക്കി പറഞ്ഞു. ആ ഘട്ടത്തിൽ അതൊരു കീഴ്വഴക്കമാണെന്ന് അംഗീകരിച്ച് PJ പുറത്തേക്ക് വരികയും ചെയ്യുകയാണ് ഉണ്ടായത്. ശ്രീ PC ജോർജ്, അതെല്ലാം കഴിഞ്ഞ കഥ. അല്ല, എനിക്ക് നേരിട്ട് 1-2 ചോദ്യങ്ങളുണ്ട് അങ്ങയുടെ മറുപടി അറിയാനായി. ഒന്ന്, എന്താണ് കോൺഗ്രസ് PJ ജോസഫിനെ പുനരധിവസിപ്പിക്കാൻ മുന്നോട്ട് വെക്കാൻ പോകുന്ന പാക്കേജ്? ഒറ്റ പാക്കേജേ ഉള്ളൂ. മാണിക്ക് വേണേ കോട്ടയം സീറ്റ് ജോസഫിന് കൊടുക്കുക എന്ന് വേണമെങ്കിൽ പറയാനുള്ള ആർജം കോൺഗ്രസ് നേതാക്കന്മാർക്ക് പ്രകടിപ്പിക്കാം. അങ്ങനെ പ്രകടിപ്പിച്ചാൽ മാണി വീട്ടിപ്പോയിരിക്കുന്നത് ഒന്നും ചെയ്യാനില്ല. മാണിയുടെ ജോസ് കെ മാണി നോക്കിയാൽ 100 വോട്ട് പിടിക്കാൻ കഴിയില്ല. മനസ്സിലായില്ലേ? അയാളെ പറ്റി അത്ര നല്ല അഭിപ്രായമാണ് നാട്ടിലുണ്ട്. അതുകൊണ്ടാണ് രാജ്യസഭയിലേക്ക് പോയി രക്ഷപ്പെട്ടത്. ശ്രീ PC ജോർജ്, പക്ഷെ അവർക്ക് അവസരമൊന്നും ഇല്ലാതിരിക്കുകയല്ല ചെയ്യുന്നത്. 4 MLA-മാരുണ്ട് എന്ന് മാത്രവുമല്ല, ഈ പറയുന്ന ഒരു സെക്കൻഡ്, CPM-മായി അവിശുദ്ധ ബന്ധമെന്ന് പറഞ്ഞ് നിങ്ങൾ തന്നെ ഒരു പ്രചാരണം അഴിച്ചുവിടുമ്പോൾ പിന്നെ സ്വാഭാവികമായിട്ടും
LDF-ന് മാണിക്ക് വേണ്ടിയും വേണമെങ്കിൽ വാതിൽ തുറക്കുന്നു എന്ന് പറഞ്ഞ് ആശയക്കുഴപ്പമുണ്ടാക്കാം. CPIയുടെ കടുംപിടുത്തം ഉള്ളതുകൊണ്ട് അത് ആ രൂപത്തിൽ നടക്കില്ലായിരിക്കാം. പക്ഷെ ഒരു ആശയക്കുഴപ്പമുണ്ടാക്കാൻ പറ്റും. അതല്ലെങ്കിൽ മാണിക്ക് NDA ഉണ്ട്. മാണി ഇപ്പൊ കോൺഗ്രസ് ഒഴിവാക്കിയാൽ പരിഹാരമായിട്ട് ഈ ഒരു സ്ഥാപനം ഇല്ലെന്നായി പോകും. അതല്ലാതെ ഒരു ചുറ്റും ചൂട്ടാകുമ്പോൾ കേരള രാഷ്ട്രീയത്തിൽ സംഭവിക്കില്ല. കോൺഗ്രസ് പാർട്ടി തന്റെ ഇടത്തോടുകൂടി മാണി ഒഴിവാക്കിയിരിക്കുന്നു, ജോസഫിന് കോട്ടയം സീറ്റ് കൊടുത്തെന്ന് പറഞ്ഞാൽ ജോസഫ് MP ആകുക മാത്രമല്ല മാണി എന്ന രാഷ്ട്രീയം എന്നേക്കും അവസാനിക്കും. ഇല്ല, ഇത്തരം തീവ്രമായ നിലപാടുകൾ ഈ പറയുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് പോലെ നിർണായക ഘട്ടത്തിൽ കോൺഗ്രസ് കൈക്കൊള്ളുമെന്ന് എങ്ങനെയാണ് കരുതാൻ കഴിയുക ശ്രീ PC ജോർജ്? കാരണം കോൺഗ്രസിൽ ഇവരുള്ള നേതാക്കന്മാരുണ്ടെങ്കിൽ അത് ചെയ്യും. എന്താന്ന് ചോദിച്ചാൽ മാണി ഗ്രൂപ്പിന്റെ മാണി കേരള എം അതിനകത്തെ കേരളത്തിലെ മുഴുവൻ നേതാക്കന്മാരും ഈ ജോസ് കെ മാണി നടപടിക്കെതിരായി തീരുമാനമെടുത്തു കഴിഞ്ഞു. അതാണ് സജി മഞ്ഞക്കടമ്പൻ പറഞ്ഞത്. സജി മഞ്ഞക്കടമ്പനെ പോലെ ഇതുപോലെ മാണിയുടെ വീട്ടിൽ നിന്ന് ഇറങ്ങാതിരുന്ന ഒരു ചെറുപ്പക്കാരൻ ഒരു 80 ലക്ഷം രൂപയെങ്കിലും കടമുണ്ട്. ആ ചെറുപ്പക്കാരൻ അറിയോ കാര്യം ഞാൻ എന്നെ പറയും അവന് ഞാൻ ഇറക്കുമ്പോഴും ജീവിതം പറയാറ്. പക്ഷെ അവന്റെ ജീവിതം തൊലഞ്ഞു ഈ മഴയുടെ പറയാണെന്ന്. ആ കിടക്കിനെയാണ് മനസ്സിലാക്കി അവനെപ്പോലുള്ളവരെ ഇട്ടിട്ടാണ് ഈ ചാഴികാടനെ പോലുള്ള താലക്കന്മാരുടെ സീറ്റ് കൊടുക്കുന്നത്. ആലോചിച്ച് എത്ര വേദനാജനകമായി ഇത്. അതായത് ഞാൻ ഇന്ന് പത്തനംതിട്ടയുണ്ടായിരുന്നു. പത്തനംതിട്ടയുള്ള ജില്ലാ പ്രസിഡന്റ് ഉൾപ്പെടെ എവിടെ പോയി? വിക്ടർ കാന്നിന്നവരെ എവിടെ പോയി? ഇപ്പൊ മാണി കൊടുത്തുണ്ടോ? അതായത് മാണി കൊടുത്തിൽ ജോസ് കെ മാണികളെ തിരിവുകാരല്ലാതെ ഒരു മനുഷ്യനില്ല. തീർന്നു. അതുകൊണ്ട് ഈ കോൺഗ്രസ് ഒരു തീരുമാനം എടുത്താൽ കുക്കർ തീർന്നു പോകും, അത്രേ ഉള്ളൂ. ഒന്നും സംഭവിക്കില്ല. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ശ്രീ PC ജോർജ് പ്രായോഗികമായി ആലോചിച്ചാൽ PJ ജോസഫിനെ ഈ പറയുന്ന പഴയ ജോസഫ് വിഭാഗത്തെ പുനരുജ്ജീവിപ്പിച്ചുകൊണ്ട് ഒരു പ്രത്യേക വിഭാഗമായി തന്നെ UDF-ൽ നിലനിർത്തുക എന്നൊരു പോംവഴിയിലേക്കല്ലേ പോകൂ കോൺഗ്രസ് നേതൃത്വം? കോൺഗ്രസ് എന്താ ചെയ്യേണ്ടി വരുമല്ലോ, ചെയ്തില്ല നന്ദി കിടത്തി. നന്ദി കിടക്കുന്നത് മാത്രമല്ല UDF-നകത്ത് തീരും. കാരണം UDF-നകത്ത് മുസ്ലിം ലീഗേ ഉള്ളൂ. മുസ്ലിം ലീഗും കോൺഗ്രസ് പിന്നെ കേരള കോൺഗ്രസ്. കേരള കോൺഗ്രസിൽ മാണി ഉയർന്നു പോയി. മാണിയെ കൊണ്ട് ഒരു പൊതുയോഗത്തിൽ പ്രസംഗിപ്പിക്കാൻ പറ്റും? ഇല്ലല്ലോ. എങ്ങനെ മുന്നോട്ട് പോകും? അല്ലാതെ ഇപ്പൊ മാണി കൊടുത്തിരിക്കുന്ന MLA-മാര് സ്റ്റീവ് സാറൊക്കെ ഞാൻ നേരിട്ട് സംസാരിച്ചു. അദ്ദേഹം ഒന്നും മാണിയുടെ പറയാനൊക്കെയാണ്. മാണിയുടെ മോഹം കാണുന്നതുകൊണ്ട് മിണ്ടുന്നില്ലെന്നുള്ളൂ. ഈ ജയരാജൻ പോലും മാണി ഇല്ലെങ്കിൽ ഈ ചെറുക്കന്റെ പുറകെ കിടക്കില്ല. എങ്ങനെ നാണക്കേടല്ലേ അവർക്ക്? അതുകൊണ്ട് അതായത് 4 മാസം മാക്സിമം, അതിനപ്പുറത്തോട്ടൊന്നും മാണി ഗ്രൂപ്പൊന്നും മതി പോകാൻ കഴിയില്ലെന്ന് എനിക്കറിയാം. ഞാനിത് പറയുമ്പോൾ ആരും മോശക്കാരനാക്കാൻ പറയുന്നത് തെറ്റിദ്ധരിക്കേണ്ട. എനിക്ക് ബോധ്യമുള്ളതുകൊണ്ടാണ് പറയും. അന്ന് എനിക്ക് എന്ത് സംഭവിക്കുന്നതിനെ പറ്റി എനിക്ക് വ്യക്തമായ കാഴ്ചപ്പാടുണ്ട്. കോൺഗ്രസ് പാർട്ടി അത് മനസ്സിലാക്കിയിട്ടുണ്ടാകും എന്ന് ഞാൻ കരുതുന്നു. അതുകൊണ്ട് ഉറച്ച നിലപാടിലേക്ക് കോൺഗ്രസ് പോകുമെന്നാണ് ഞാൻ കരുതുന്നത്. ശരി, വളരെയധികം നന്ദി ശ്രീ PC ജോർജ് ഞങ്ങളോട് പ്രതികരിച്ചതിന്. ഒരു ഇടവേളയ്ക്ക് ശേഷം മറ്റു അതിഥികളുടെ പ്രതികരണങ്ങളിലേക്ക്.